93ാമത് ശിവഗിരി തീർത്ഥാടനം സമാഗമമാവുകയാണ്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ മാനവരാശിക്ക് നൽകിയ ഏറ്റവും മഹത്തായ വരദാനമാണ് ശിവഗിരി തീർത്ഥാടനം എന്നത്. മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണമാകുന്നതിന് ആധ്യാത്മികതയോടൊപ്പം തന്നെ ഭൗതികമായ സാഹചര്യങ്ങൾ കൂടി ആവശ്യമാണ് എന്നുള്ള ഗുരുവിൻ്റെ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഗുരു നമുക്ക് ശിവഗിരി തീർത്ഥാടനം എന്ന ഒരു ആഗ്രഹം ഭക്തജനങ്ങൾ ഗുരുവിൻ്റെ സന്നിധിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് കേവലം പാരമ്പര്യമായിട്ട് ഉള്ള തീർത്ഥാടനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മനുഷ്യൻ്റെ സമഗ്രമായ പുരോഗതിക്ക് ആധ്യാത്മികവും ഭൗതികവുമായ സമൃദ്ധി പുരോഗതി ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് ഗുരു ഈശ്വരാരാധനയും ഈശ്വരഭക്തിയും ആ തീർത്ഥാടനത്തിലേക്ക് ഗുരു ഉൾക്കൊള്ളിക്കുമ്പോൾ അതേപോലെ തന്നെ കൃഷിയും കച്ചവടവും ശാസ്ത്ര സാങ്കേതികതയും എല്ലാം ഒരു തീർത്ഥാടനത്തിൻ്റെ ഭാഗമാക്കാനായി ശ്രദ്ധിച്ചു. ഇന്ന് ശിവഗിരി തീർത്ഥാടനം അത് 93ാമത്തെ വർഷത്തിലേക്ക് എത്തുകയാണ്. 1933 5 തീർത്ഥാടകരിലൂടെ ആരംഭിച്ച ശിവഗിരി തീർത്ഥാടനം ഇന്ന് ലക്ഷോപലക്ഷം ആളുകൾ എത്തിച്ചേരുന്ന ഒരു അറിവിൻ്റെ ഒരു മഹാസംഗമമായിരിക്കുകയാണ്. ശിവഗിരി തീർത്ഥാടനത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളും ആ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ആധികാരിക വ്യക്തികൾ ഇതെല്ലാമാണ് തീർത്ഥാടനത്തെ മറ്റ് തീർത്ഥാടനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ശിവഗിരിയിൽ വരികയും ഇവിടെ നിന്ന് ലഭിക്കുന്ന അറിവുകൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മനുഷ്യൻ്റെ പുരോഗതിക്ക് ഉതകുന്നതാക്കണം എന്നുള്ള ഗുരുവിൻ്റെ കൽപ്പനയെ ശിരസാവഹിച്ചുകൊണ്ട് ഒരു പുതുവർഷത്തിൽ നവീനമായ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ആണ് ഈ ലക്ഷോപലക്ഷം ജനങ്ങളും ഇവിടെ എത്തുന്നത്. ഈ വർഷവും തീർത്ഥാടനം കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ ഡിസംബർ 15-ാം തീയതി തീർത്ഥാടനം ആരംഭിക്കും. 30-ാം തീയതി തീർത്ഥാടനം ഔപചാരികമായി ഉദ്ഘാടനം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അവറുകൾ നിർവഹിക്കും. 31-ാം തീയതി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെല്ലാമുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ളവർ ഓരോ വിഷയത്തിനെയും ആധികാരികമായി നമുക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ തക്ക തരത്തിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവരെല്ലാവരും തന്നെ ഈ ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കുകൊള്ളും. ഈ വർഷത്തെ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, മറ്റൊരു സവിശേഷത 25-ാം തീയതി ഡിസംബർ 25-ാം തീയതി ശിവഗിരി മഠം തയ്യാറാക്കുന്ന ഒരു ക്വിസ് കോമ്പറ്റീഷനുണ്ട്. ഗുരുവിനെ പഠിക്കുന്നതിന് വേണ്ടി ഇന്ന് വളരെയധികം പഠിതാക്കൾ, ആയിരക്കണക്കിന് പഠിതാക്കൾ ഗുരുവിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഓൺലൈനായും ഓഫ്ലൈനുകളിലായും പഠന സംഘങ്ങളായും ഒക്കെ വലിയ തോതിലുള്ള ചർച്ചകളും സെമിനാറുകളും ഒക്കെ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുരുവിനെ പഠിക്കുന്ന ജിജ്ഞാസുക്കളായ ആളുകൾക്ക് വേണ്ടി ഒരു മെഗാ ക്വിസ് പ്രോഗ്രാം ശിവഗിരി സംഘടിപ്പിക്കുകയാണ്. അത് ഡിസംബർ 25-ാം തീയതിയാണ്. ഗുരുവിനെയും ഗുരുവിൻ്റെ ഗൃഹസ്ഥ സന്യസ്ത ശിഷ്യന്മാരെയും ഗുരുദേവ പ്രസ്ഥാനങ്ങളെയും ഗുരുവിൻ്റെ ജീവചരിത്രത്തെയും ഗുരുവിൻ്റെ കൃതികളെയും എല്ലാം ആസ്പദമാക്കിയുള്ള
ഈ ക്വിസ് കോമ്പറ്റീഷനിൽ ആയിരക്കണക്കിനായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുമെന്നാണ് ശിവഗിരി മഠം പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് യഥാക്രമം ലഭിക്കുന്നവർക്ക് 50,000, 40,000, 30,000 പ്ലസ് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും. ഒപ്പം തന്നെ പ്രോത്സാഹന സമ്മാനമായിട്ട് 10,000 രൂപ വീതമുള്ള പ്രോത്സാഹന സമ്മാനവും ഇതിനോടൊപ്പം തന്നെ വിതരണം ചെയ്യും. അപ്പോൾ അത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയ ഒരു പഠിതാക്കൾക്കുള്ള വലിയ ഒരു പ്രചോദനമാകും എന്നാണ് ശിവഗിരി മഠം കണക്കാക്കുന്നത്. ശിവഗിരിയുടെ സൈറ്റുകളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും എല്ലാം തന്നെ അതിനെ സംബന്ധിക്കുന്ന ഗൂഗിൾ ഫോമുകളും മറ്ററിയിപ്പുകളും എല്ലാം തന്നെ ഉണ്ട്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അതിന് 50 രൂപ ഒരു രജിസ്ട്രേഷൻ ഫീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോട് കൂടി അതിനെ ശിവഗിരി മഠത്തിലേക്ക് അയക്കുകയും 25-ാം തീയതി രാവിലെ 9 മണിക്ക് മുൻപായി എത്തി അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ സ്വീകരിച്ചതിന് ശേഷം 10 മണിയോടുകൂടി ആ പ്രോഗ്രാം ആരംഭിക്കുന്നതാണ്. അന്ന് തന്നെ വൈകുന്നേരം അതിൻ്റെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും എന്നാണ് കരുതുന്നത്. അതിനുവേണ്ടി വളരെ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളും അതിന് വേണ്ട നടക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു അറിവിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് ശിവഗിരി മഠം ഈ മെഗാ ക്വിസ് പ്രോഗ്രാമിനെ കണക്കാക്കുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ പഠനത്തിൻ്റെ മികവ് വെളിപ്പെടുത്തുന്നതിനും മറ്റുള്ളവർക്ക് അതൊരു പ്രോത്സാഹനമാകുകയും ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരെയും ഈ ഒരു സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 93ാമത്തെ ശിവഗിരി തീർത്ഥാടനം നമ്മളുടെ ജീവിതത്തിൽ അതൊരു വലിയ മഹത്തായ ഒരു സംഭവമാവുകയും അതിൻ്റെ ഭാഗധേയത്വം അതിൻ്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നത് വലിയ അനുഗ്രഹമായിരിക്കുമെന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. എല്ലാവരെയും ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.